അഹ്ലൻ ഹബീബി, ഇറ്റ്സ് മീമോസ്. ഹൈക്കിങ്ങിന് ശേഷം നേരെ ക്യാമ്പിലെത്തി. എല്ലാവരും ഓരോ സിപ്പപ്പ് എടുത്ത് ദാഹം തീർക്കുകയായിരുന്നു. ക്യാമ്പിന്റെ യഥാർത്ഥ കളർഫുൾ മൊമെന്റ്സ് ഇനിയാണ് വരാൻ പോണത്. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒരുപാട് ചിരിക്കാനുള്ള വക ഉണ്ട് ഈ വ്ളോഗില്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, ബാത്റൂം നമുക്ക് ആണുങ്ങൾക്ക് ഒന്നായതുകൊണ്ട് എല്ലാവരും മോർണിംഗിലേക്ക് വെയിറ്റ് ചെയ്യരുത്. കുതിരകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ് അടുത്തത്. വലൈക്കുസ്സലാം. ഈ കുതിര നമുക്കൊക്കെ കുതിരകളല്ലേ. കുതിരയില് അറബ് കുതിര, ഫ്രഞ്ച് കുതിര, അതേപോലെ ഇന്ത്യൻ കുതിര, ഏഷ്യൻ കുതിര, അങ്ങനെ കുതിരകൾ ഡിഫറൻസ് ബിറ്റ്വീൻ അറബാണ് ഈ കുതിരയുടെ അറബാണ്. അറബിന്റെ പ്രത്യേകത വെച്ചാൽ ഈ കഴുത്തില് ഇവിടെ ഇങ്ങനെ അതേപോലെയുള്ളത് അറബാണ്. മറ്റേ ഇന്ത്യൻ കുതിരക്ക് കുറച്ചുകൂടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കും. അത് പറയാം. ഇതിന് സഹർ എന്നാണ്, ലേഡിയാണ്. സഹർ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, പിന്നെ അറബ് കുതിരകളുടെ ഭംഗി, അതായത് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഈ വ്യൂ ആണ്. അതായത് കഴുത്ത് ഈ പിന്നെ ഞാൻ പറഞ്ഞ ജോലയിലൊക്കെയാണ് ഇതിന്റെ അറബ് കുതിരയുടെ ഭംഗി, അതിന്റെ സ്പെഷ്യാലിറ്റി. അതേപോലെ തല എത്രത്തോളം ഹൈറ്റ് ഉയർത്തുന്നു അതാണ് കുതിരയുടെ മത്സരങ്ങളിൽ പലതും. മത്സരം ഉണ്ടാകുമ്പോൾ ഈ തല എത്ര ഹൈറ്റ് കിടപ്പ് ഇങ്ങനെ ഉയർത്തുന്ന ഒരു മത്സരം. അതേപോലെ ഈ ഒരു മത്സരത്തിന് വരുന്നത് കുതിരയുടെ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റിൽ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. അപ്പൊ അങ്ങനെ പൊക്കാളി ഒരു ഹോഴ്സ് റൈഡറാണ്. അതായത് സൗദിയിൽ 2ാം സ്ഥാനം വരെ എത്തിയിട്ടുള്ള ഹോഴ്സ് റൈഡറാണ് ഈ സ്ഥാപനത്തിന് മുതലാളി. അതില്ല, അതിപ്പോ ഓക്കെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കുതിരനെ പറ്റിയിട്ട്. കുതിരക്ക് എത്ര പല്ലുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എന്ത് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ കുതിരയുടെ വേറൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞാല് കുതിരയുടെ 2 ചെവികളും മുന്നോട്ടാണെങ്കിൽ കുതിര കോൺഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്, വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കുകയാണ്. പുറകിലോട്ടാണെങ്കിൽ It's simple. വല്ലാണ്ട് കടിക്കൊന്നുമില്ല, വല്ലപ്പോഴും Habibi, you can. Come on. Yeah, success. No problem. He don't like your finger. ഇങ്ങോട്ട് തിരിഞ്ഞിക്കടാ തല. എന്റെ തല അങ്ങോട്ടാക്ക്. റോസാണത്. ഇതൊന്നും തിന്നേ കേട്ടേന്ന്. ഹബീബി തിന്ന. പിന്നെ കുതിരക്ക് വയസ്സായോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പല്ലിന്റെ എണ്ണം നോക്കിയിട്ടാണ് കുതിരയുടെ പ്രായം നിശ്ചയിക്കുക. ഓക്കെ,
ഈ എന്നെ തളർത്തല്ലേ നസീബേ? കുതിരന്റെ കാര്യം എപ്പോഴും പറയണേ. ഞാൻ എന്തിനാ ഇവിടെ? അപ്പൊ കുതിരന്റെ വയസ്സ് നോക്കുന്നത് പല്ല് നോക്കിയിട്ടാണ്. ഒരു കുതിര 35 വയസ്സ് വരെ ജീവിക്കും. അതിന്റെ ചിറിയില് തോണ്ടണം, അപ്പൊ ചിരിച്ച് കാണിച്ചു തരും. ഈ കുതിരക്ക് എത്ര വയസ്സുണ്ട്? ഈ കുതിരക്ക് എത്ര വയസ്സായി? ഇതിന് ഇപ്പൊ 7 വയസ്സായി. ഈ കുതിരക്ക് ഇപ്പൊ 7 വയസ്സായിക്കണം. എനിക്കറിയില്ലല്ലോ. ഞാൻ ഓൺലി മുത്തരജി. ഇതിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുതിരക്ക് എന്താ കൊമ്പില്ലാത്ത? ആനക്കെന്താ ബുദ്ധി ഇല്ലാത്തത്? ആനക്കെന്താ ബുദ്ധി ഇല്ലാത്തത്? 11 മാസമാണ്. വയസ്സിലാണ് പ്രായപൂർത്തിയാവുക. പ്രായപൂർത്തിയാകുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. കുതിരക്ക് പ്രായപൂർത്തിയാകുന്ന 4ാമത്തെ വയസ്സിലാണ്. അല്ല, കുതിര എത്ര വയസ്സിലാണ് മരിക്കുക? അതായത് എത്ര വയസ്സിലാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ജയിതിരിക്കല്ലേ? ഈ കുതിരക്ക് എന്തെങ്കിലും എണ്ണ തേക്കുന്നുണ്ടോ? അതിന്റെ വാലൊക്കെ പാരഷൂട്ട് ഇടും എന്നും, എന്നിട്ടൊരു കുലിയ ഇയാൾക്ക് ഏത് ബ്രാൻഡ് എണ്ണയെന്ന് അറിയണം. ഇയാൾക്ക് മുടി ഒഴിച്ചിട്ടുണ്ടേ, ഇനി പകരം തേക്കാണ്. രണ്ട് കാല് കൊണ്ട് നമ്മളൊരു ഹുക്കിലാണ് നമ്മളെ കാലിലാവും. അത് അടിച്ചിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കുതിര മുന്നോട്ട് പോകും. അതാണ് സിഗ്നൽ. കാലോട് ഇങ്ങനെ ഒരു പ്രസ് അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കുതിര മുന്നോട്ട് പോകും. പിന്നെ കുതിരനെ കൺട്രോൾ ചെയ്യേണ്ടത് കുതിരന്റെ ഇങ്ങനെയാണ് വരിക, ആ കേബിള് റോപ്പ് അതിന്റെ ഈ സൈഡ് വലിച്ചു കഴിഞ്ഞാൽ കുതിര ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ നടക്കും, ഇങ്ങനെ തിരിച്ചിങ്ങനെ നടക്കും. അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് കുതിരന്റെ 2 ചെവി ഉണ്ടല്ലോ, ഈ 2 ചെവിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മൾ ലോങ്ങിലേക്കല്ല നോക്കുക ബൈക്ക് ഓടിക്കുമ്പോൾ, മീൻസ് ഒരു 10-20 മീറ്റർ അപ്പുറത്തല്ലേ. ഇതേ സെയിം ടെക്നിക്കില് കുതിരയുടെ 2 ചെവിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ടാണ് കുതിര ഓടിക്കേണ്ടത്. എന്നിട്ട് ഈ സൈഡ് വലിച്ചാൽ കുതിര വെള്ളം കാണിച്ചിട്ട് ചാടണമെങ്കിൽ കുതിര പൊക്കണം. കുതിര ഓട്ടോമാറ്റിക്കായി കണ്ട സാധനം ചാടും. നമ്മൾ അവിടെ ഓടി എത്തിയാൽ മതി. കാലടിപ്പിച്ച് കൈ വലിക്കല്ലേ. നമ്മൾ പുറത്തുനിന്ന് 2 നാല് കൂട്ടി പിടിച്ചിട്ട് വലിച്ചാൽ കുതിരന്റെ കഴുത്ത് ഇങ്ങനെ ആവും. കുതിരയുടെ ബ്രേക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് 2 കേബിളും 2 റോപ്പും. ബേബി ഹോഴ്സ് ഇന്ന അതെത്ത് കൊടുക്ക. 2 മാസം അതിന് കൊടുക്കാൻ പറ്റുമോ? ചീച്ചാടാ പല്ലി നോക്കട്ടെ. അയ്യോ കുതിര തന്നു. ആൺകുതിര എങ്ങനെ പെൺകുതിര എങ്ങനെയാന്ന് അറിയാം. വാ നമുക്ക് പോയി ആണെങ്ങനെ ഞാൻ
ഇനിയും ചോദിച്ചോ എനിക്ക് വേറെയും സംശയങ്ങൾ വരും. സംശയങ്ങൾ നല്ലതാണ്. ചോദിക്ക് കുതിര എങ്ങനെ പ്രഗ്നന്റ് ആവും ചോദിക്ക്. ഉമ്മന്റെ കുട്ടിയല്ലേ ചക്കര കുത്തല്ലേ. ഒരു മിനിറ്റ്, കുതിര എത്ര മണിക്കൂർ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങുക? ആ ചോദ്യമാണ്. അതെ, കുതിര 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ കുതിര ഒരു ദിവസം ഉറങ്ങുള്ളൂ. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ, 3 മണിക്കൂർ വരെയൊക്കെ maximum ഉറങ്ങുള്ളൂ. അത് കുതിര നിന്നിട്ട് ആണുങ്ങൾ തമ്മിൽ കണ്ടാൽ ഇഷ്ടമല്ല. അതെല്ലാം മൃഗങ്ങളിൽ വന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഞമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള ആണുങ്ങൾക്ക് പരസ്പരം ഇഷ്ടണ്ടാവില്ല. ഇത് കുതിരയുടെ പുള്ളല്ലേ അവനിഷ്ടപ്പെട്ടു. 2 വയസ്സായ പുരുഷ മാൻ കുതിര 2 വയസ്സായിക്കണേ. അപ്പോൾ ശരിക്കും ചിരിച്ച് എൻജോയ് ചെയ്തൊരു സെക്ഷൻ ആയിരുന്നു ഇത്. തീർന്നിട്ടില്ല. ഫണ്ണും ഫയറുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.